ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സേമിയ പായസം റെസിപ്പി ആയിട്ടാണ്. നമ്മളൊക്കെ സാധാരണ സേമിയ പായസം ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു 10 ബദാം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു ഹാഫ് അവർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് സേമിയ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഈ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇളം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. സേമിയ എന്തായെന്ന് തുറന്നു നോക്കാം. കണ്ടോ, വെള്ളമൊക്കെ ഒരു 1/4 ഭാഗത്തോളം വറ്റിയിട്ടുണ്ട്. സേമിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. സേമിയ ഓവറായിട്ട് വെന്തലിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിൽ കിട്ടണം. ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചവ്വരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് ചവ്വരി ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ചവ്വരി ചേർക്കുകയാണെങ്കിൽ സേമിയ പായസത്തിന് നല്ലൊരു കൊഴുപ്പും രുചിയും കൂടും. ഇനി ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന ബദാം ഉണ്ടല്ലോ, അതുകൂടി ചേർക്കാം. കൂടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളൊരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് കുറുകി വരട്ടെ. ഈ ഒരു സേമിയ പായസം ഉണ്ടല്ലോ, ഒരുപാട് അങ്ങ് ലൂസാക്കാതെ അത്യാവശ്യം നല്ല തിക്നെസ്സോടെ റെഡിയാക്കണം. അങ്ങനെ കഴിക്കുമ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഇതിലോട്ടൊരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഡാൽഡയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതൊരു നെയ്യ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് കുറച്ച് റോസ്റ്റഡ് ബദാമും കാഷ്നട്ടും കൂടെ ഒന്ന് മുറിച്ചെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ചേർക്കാം. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ഡ്രോപ്സ് വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ശേഷം വാങ്ങി വയ്ക്കാവുന്നതാണ്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സേമിയ പായസം റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? ഇതിലോട്ട് നമ്മൾ ചവ്വരിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇരിക്കുന്നവർ ഒന്നുകൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇതിൻ്റെ രുചി ഒരിക്കൽ നിങ്ങൾ അറിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റി സേമിയ പായസം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.